ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഫ്രണ്ട്സ്, ഇപ്പൊ ഞാൻ ഉള്ളത് കാസർഗോഡ് ചെർക്കളയിലുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ കൂടെ ഇന്ന് മഷൂദും ഉണ്ട്. മഷൂദ് രായക്കാം. അപ്പൊ എന്ത് സംഭവം തരുമോ? എന്തില്ല, ചങ്ങായി നാളെ ദുബൈക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ചെറിയൊരു പർച്ചേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് RT-PCR എടുക്കണം. അപ്പൊ എങ്ങനെ 48 hours മുമ്പ് എടുത്തിട്ട് പോകണം. പിന്നെ എയർപോർട്ടിൽ പിന്നുണ്ട്. അതെന്തിനാക്കുന്ന അറിയാലോ, എയർപോർട്ടിൽ പിന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ 2500 ഫീ ആണ് എയർപോർട്ടിനുള്ളിൽ. അതായത് നമ്മളിപ്പോ ദുബായ് പോകുന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തണം. അതേപോലെ മുമ്പ് ടോക്കൺ എടുക്കാനും പറ്റുന്നുണ്ട്. അത് അല്ലെങ്കിൽ അവിടെ പോയിട്ട് ടോക്കൺ എടുക്കാനും പറ്റും. അങ്ങനെ എടുത്തിട്ട് നമ്മ അവിടുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. 6 hours before പോയാൽ മതി. പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞ പിന്നെ പോസ്റ്റ് ആണ് അവിടെ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഫസ്റ്റ് RT-PCR എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാസർഗോഡ് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏടെ പ്ലേസ് എന്നല്ല പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ കാസർഗോഡ് പുതിയ സ്റ്റാൻഡിലേക്ക് എത്തിയാമോ? ന്യൂ സ്റ്റാൻഡ്. അപ്പൊ ഇങ്ങനെ ഓൾഡ് സ്റ്റാൻഡ് അടുത്ത് പോകുന്നുണ്ട്. ഓക്കെ, അതവിടെ ലാബ്, അവിടെ ഏത് ലാബ്? ലാബിന്റെ പേര് KDC ലാബ്. പ്രസ് ക്ലബ്ബ് കഴിഞ്ഞിട്ട്, ഓക്കെ, പ്രസ് ക്ലബ് കഴിഞ്ഞപ്പോ KG എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, റോഡ് ഉണ്ട്. റോഡിന്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരു റോഡ് ഉണ്ട് മേലോട്ട്. എവിടെന്നല്ലേ പേരുണ്ട് അങ്ങനെ ആണോ ലാബിന്റെ പേര്? ലസ്സി ലാബിന്റെ പേര് ഞാൻ കൺഫേം ആക്കി ഗൈസ്. ഓക്കെ, മാംഗോ ലസ്സി. നോ, നോട്ട് മാംഗോ ലസ്സി. വാവ് ഗൈസ്, ഇവിടെ സിഗ്നൽ ഉണ്ട് ഗൈസ്. 50 സെക്കൻഡ് ഇവിടെ റെഡ് ആയിരിക്കുകയാണ് ഗൈസ്. ഒരു 10 സെക്കൻഡ് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് സിഗ്നലിൽ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, യാ ഗൈസ്, അപ്പൊ സിഗ്നലിൽ പെട്ടുമ്പോ ബാക്കിയായി ഗൈസ്. അപ്പൊ മഷൂദ് എന്ത് പറയാണ്ട് സിഗ്നൽ ബോർഡ് കാണുന്നുണ്ടല്ലോ എനിക്ക്. നേരെ പോയെങ്കിൽ കസബ് ബീച്ച്. ഇങ്ങോട്ട് പോയാല് കാഞ്ഞങ്ങാട് പോകാനില്ല പോകണം. പിന്നെ പള്ളിക്കര ബീച്ച് പോകണമെങ്കിൽ പോകണം. അപ്പൊ അങ്ങനത്തെ കഥയുണ്ട്. ഓക്കെ, അപ്പൊ നേരെ പോയെങ്കിൽ കസബ് ബീച്ച്, പിന്നെ നമുക്ക് ഓൾഡ് ബസ് സ്റ്റാൻഡ്. ഓക്കെ, ഇപ്പൊ ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. പിന്നെ ഇതിൽ നിന്നാണ് മാലിക് ദാർ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടല്ലോ ഗൈസ്, KG2. യാ, KG2 ഡിസൈൻ മെഡിക്കൽ ഹെൽത്ത് കെയർ. ഗൈസ്, നിങ്ങൾക്ക് മീറ്റോട്ട് വരണം അല്ലേ? വണ്ടിയുണ്ട്. ഓക്കെ, സൈഡിലൊക്കെ വണ്ടിയുണ്ട്, ഒന്ന് സൂക്ഷിക്കണം. അപ്പോ KG ഉണ്ടല്ലോ ഇവിടെ, KG2 ആണെന്ന് പറയും. KG2ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ കയറ്റാം. DDC ലാബ്. സോറി ഗൈസ്, സോറി, പേരൊന്ന് ചെറുതായിട്ട് മാറിപ്പോയി. DDC ലാബ് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടാവും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഇവിടെ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് ഇതിനെ കയറ്റാം. ഇങ്ങനെ കയറ്റാമല്ലേ? കഴിയും. അപ്പൊ നമുക്ക് ഇവിടെ കയറാം. ഇവിടെ നമുക്ക് കോവിഡ് സെറ്റപ്പ് ആക്കാം അല്ലെ? ഉള്ളില് പാർക്കിംഗ് ഉണ്ടാകും. ഇവിടെ വെക്കാം. നോ പ്രോബ്ലം. ഇവിടെ വെക്കാൻ പാടില്ല. നോ, അങ്ങോട്ട് അടുപ്പിച്ച് വെക്കണം. ഇവിടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് മഷൂദ്. നിനക്ക് അറിയുന്നില്ല മഷൂദേ? ഇവിടെ വണ്ടിയൊക്കെ പോകുന്നത് നിനക്ക് അറിയുന്നില്ല മഷൂദ്? നീ എന്താടാ മഷൂദ് ഇങ്ങനെ? കുറച്ച് അടുപ്പിച്ച് വെക്കണം അങ്ങോട്ട്. നീ ടെസ്റ്റ് എടുത്തിട്ട് വാ. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ കാറിലിരിക്കും. ടെസ്റ്റ് എടുത്തിട്ട് വരും. ഓക്കെ, അപ്പോൾ കാസർഗോഡ് DDC ലാബാണ് ഗൈസ് കോവിഡിന്റെ എടുക്കുന്നത്. എന്താ പറയാ, അപ്പോൾ ദുബൈക്ക് പോകുന്നുണ്ട് ആൾ, ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീ കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് ചോദിച്ചത് പറയാം. അപ്പം ഞാൻ പോകുന്നില്ല, അപ്പോൾ ഓൾറെഡി നല്ല റഷ് ഉണ്ട്. ഞാൻ ഇന്ന് വെറുതെ പോകുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിൾ കൊടുത്തിട്ട് പോകുമ്പോൾ വരും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വന്നേ പിന്നെ നമുക്ക് കഥകളെല്ലാം പറയാം. ഓക്കെ, മഷൂദ കഴിഞ്ഞോ? ടെസ്റ്റ് കഴിഞ്ഞോ? എന്താക്കി? മൂക്കിലേക്ക് ഒരു കയറ്റലും കാലം കയറ്റി, കണ്ണിൽ തന്നെ വെള്ളം വന്നു ഒരു സൈഡ്. അങ്ങനത്തെ അപ്പൊ എന്ത് കഥ? എന്ത് എങ്ങനെ ചാർജ്? എങ്ങനെ ചാർജ്? 500 രൂപ 1000 രൂപ എല്ലാം വാങ്ങിക്കൊണ്ടായി. ഇപ്പൊ കുറഞ്ഞു. 500 രൂപ 500 കസ്റ്റമർ കൂടിയ കൊണ്ട് കുറച്ച് പൈസ കുറച്ച്. കസ്റ്റമർ കുറയുമ്പോ കുറക്കുന്നു. അങ്ങനെ കസ്റ്റമർ കുറയുമ്പോൾ പൈസ കുറക്കുന്നത് അല്ല, കസ്റ്റമർ കൂടുമ്പോ കൂട്ടുന്നതാ. അങ്ങനല്ലേ?
ഇപ്പൊ ദുബൈക്ക് 3 നാൾ മാത്രമല്ല ടെസ്റ്റ് ആക്കുന്നത്, അതുകൊണ്ടായിരിക്കും. അങ്ങനെയല്ലേ, ഗവൺമെന്റ് റൂൾസ് ഉണ്ടാവും ഇത്ര അതുണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും, അത് നമുക്കറിയാലോ കാത്തിട്ട്. അപ്പോൾ 500 ആണ് ചാർജ്. DDC ലാബ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് എപ്പോൾ കിട്ടും? റിസൾട്ട് നാളെ കാലത്ത് 10 മണിക്ക്. നാളെ എങ്ങനെ ഒരു വാട്സപ്പ് ആക്കുന്നല്ലോ, വന്നിട്ട് കൊണ്ടുപോകണം. ഇമെയിൽ അയക്കല്ലേ? കോപ്പിയൊന്നും നടക്കുന്നില്ല, ഒറിജിനൽ തന്നെ പോകണം എയർപോർട്ടിലേക്ക്. ഒറിജിനൽ ആണോ? നമ്മൾ വന്നിട്ട് കളക്ട് എന്താക്കിട്ടാണോ. അപ്പോൾ നാളെ നീ രാവിലെ വന്ന് കൊണ്ടുപോകും? വീണ്ടും കൊണ്ടുപോകും, കാലത്ത് വരും, സാധനം കൊണ്ടുപോകും. ഫ്ലൈറ്റ് എപ്പോൾ? ഫ്ലൈറ്റ് നാളെ രാത്രി 11:30 മണിക്ക്. അപ്പോൾ ഇവിടുന്ന് ഉച്ചക്ക് 2 മണിക്ക്. കണ്ണൂരല്ലേ? അപ്പോൾ അതാണ് ഗൈസ് കഥ. അപ്പോൾ ഇപ്പോൾ ഞമ്മ ഇപ്പോൾ നെക്സ്റ്റ് ബാറ്റാൻ്റെ ഷോറൂമിലേക്ക് വേണം. ബാറ്റാൻ്റെ ഷോറൂം അപ്പുറം ഓൾഡ് ബസ് സ്റ്റാൻഡ്. ഇങ്ങോട്ട് ഓൾഡ് ബസ് സ്റ്റാൻഡ്, സോറി ന്യൂ ബസ് സ്റ്റാൻഡ്. സോറി ഗൈസ്, ന്യൂ ബസ് സ്റ്റാൻഡിലുള്ളത്. ബാറ്റാൻ്റെ ഷോറൂമിലേക്ക് പോവാം. അത് ആടുള്ളതല്ലേ? ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടുള്ളത് അപ്പൊ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ പോയെങ്കിൽ ഒരു സിഗ്നൽ ഉണ്ട്, ആടുന്ന് ലെഫ്റ്റിലേക്ക് എടുത്തേക്ക് മാലിക് നഗർ. അപ്പൊ മാലിക് നഗർ പോകുന്നത് അല്ല ആവശ്യത. അപ്പോൾ മാലിക് നഗർ പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റ് ആണ്, ഇതിൽ പോയെങ്കിൽ ഫിഷ് മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, ന്യൂ ബദ്രിയ ഹോട്ടലുണ്ട്. പണ്ടത്തെ ഈ ഹോട്ടലാണല്ലേ? 24 hours അല്ലേ ബദ്രിയ ഹോട്ടൽ? ഞാൻ അങ്ങോട്ട് ഹോട്ടലിൽ നോക്കിക്കാവേ, 20 കയറ്റുന്നുണ്ട് താറാമറ. ഇവിടെ കുറെ പോലീസുകാരിലുണ്ടല്ലോ മാസ്ക് ഇടണം. ഇതാണ് വയ്യ ഇവിടെ എന്താ പോലീസുകാരിൽ ഇങ്ങനെ കുറെ നിന്നിട്ട് വൈബ് എടുക്കുന്നേ? ഓക്കെ, പോലീസുകാരിൽ വൈബിലുണ്ട്. ദെൻ ഓക്കെ, അപ്പോൾ ഒരു സിഗ്നൽ ഉണ്ട്. സിഗ്നൽ ഇല്ലടാ, എല്ലാ സിഗ്നലിൽ ഇപ്പൊ ഇടുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം. നേരെ പോയെങ്കിൽ മറ്റേ ഈ ബീച്ച് അല്ലേ, കസർ ബീച്ച്. കസബ് ബീച്ച് അവിടെ പോകുന്നുണ്ട് ഗൈസ്. കാണുന്നുണ്ടല്ലോ, ബോർഡ് ക്ലിയർ ആവുന്നില്ല ഗൈസ്. ഐ എം സോറി. ഓക്കെ, അപ്പോൾ മാലിക് നഗർ ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട്, ലെഫ്റ്റിലേക്ക് പോവാം. ഓക്കെ, മാലിക് നഗറിന്റെ ഗേറ്റ് എത്തിയമ്മ കണ്ടല്ലോ. ഇവിടെ കുറെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ട്രോഫി മാള്. ഇപ്പോൾ കാസർഗോഡ് നിന്നായിരിക്കും ട്രോഫി എല്ലാം വാങ്ങുന്നുണ്ടെങ്കിൽ എങ്ങോട്ട് വരാം. ഓക്കെ, ഒന്നുള്ളിപ്പാടിന്ന് ഉള്ളിലോട്ട് വന്നെങ്കിൽ സാധനമുണ്ട്.
ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കാസർഗോഡ് നേരെ ഇതൊക്കെ എത്തി. സംഭവം എന്തായാലും ഒന്നാമതൊക്കെ വ്ളോഗ് ആക്കാൻ അറിയുന്നില്ല, അതാണ്. ഓക്കെ, രണ്ടാമത് ഒരു പബ്ലിക്കിൽ ഒരു വ്ളോഗ് ആക്കാനുള്ളൊരു ഇതുവരെ റെഡി ആയിട്ടില്ല ഞാൻ. ഇൻഷാ അല്ലാ അപ്പോൾ ഇനി റെഡി ആവും. ഓക്കെ, അപ്പോൾ ഇന്നലെ ദുബൈക്ക് പോയി. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പോൾ പോയത് മള്ളു പോയില്ലേ, മള്ളു പോയ അതേ ഫ്ലൈറ്റിന് കണ്ണൂരിലാണ് പോയത്. ആക്ച്വലി ഞാൻ പോയി നിങ്ങൾക്ക് മള്ളുവിൻ്റെ വീഡിയോ എല്ലാം ആക്കാൻ, പക്ഷേ എനിക്കൊരു ഇൻട്രി ഉള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ അപ്പോൾ ഞാനിപ്പോൾ റൈഡാക്കാതെ ഓൾമോസ്റ്റ് മോർ ദൻ 100 days ആയി ഗൈസ്, 100 days. ഓക്കെ, അപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ അവസ്ഥയൊക്കെ കാണണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ പുരയിലാണ്. ഫുൾ മെസ്. ഓക്കെ, അപ്പോൾ എൻ്റെ ബൈക്ക് അവിടെ ഉണ്ട് ബാക്കിൽ. അപ്പോൾ എൻ്റെ ബൈക്ക് നോക്കാം, എന്ത് കഥ നോക്കാം ബൈക്കിൻ്റെ. ഓക്കെ, എൻ്റെ മോനെ, അപ്പോൾ ഇത് ഞാൻ റീസ്റ്റോർ ആക്കിയ ബൈക്ക്, റീസ്റ്റോർ ആക്കി പിന്നെ ഞാൻ ഇനി യൂസ് ആക്കിയിട്ടില്ല. അപ്പോൾ വീണ്ടും റീസ്റ്റോർ ആക്കാനുള്ള ടൈമായി. ഓക്കെ, നിങ്ങൾ വീഡിയോ കാണാത്ത ആൾ പോയി ഇത് കാണാം. ജസ്റ്റ് ഫുൾ റീസ്റ്റോർ ആക്കുന്ന വീഡിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ബൈക്ക്. ഇതാരുടെ ഇതിൽ വെച്ച് സി ഗൈസ്. അപ്പോൾ ഇതാണ് ബൈക്കിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി ബാറ്ററി അൺപ്ലഗ് ചെയ്തിന്. ഓക്കെ, ബൈക്കിനെ നമുക്ക് ഇഷ്ടം അങ്ങോട്ട് എടുക്കാം, അന്ന് നോക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ബോണ്ട് പറ്റിയ കലയാണ്, ക്രാക്കാണ്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഞാൻ ചെയ്യാത്തത് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ചെറിയൊരു ആക്സിഡൻ്റ് ആയി, അതിൽ പറ്റിയതാണ് ഇതെല്ലാം. ഓക്കെ, പിന്നെ ഗിയർ ഉണ്ടല്ലോ, ഗിയറിൻ്റെ ഇത് കട്ടായിന്, ഗിയർ ഷിഫ്റ്റ് ആക്കുന്നത്. ചെയിന് മോശമില്ല, ടയറെല്ലാം മാറ്റാനായി. ഇത് നോക്കും, വീലിയാക്കുമ്പോഴാണ് സംഭവിച്ചത്, ഇവിടെ കൊണ്ട് ബൂണ്. ഓക്കെ, പിന്നെന്ത്, പിന്നെ ടയറെല്ലാം ഫുള്ള് ടൈറ്റായിന്. ആക്ച്വലി ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലുണ്ട്, ക്ലച്ച് ഇല്ലാതെ പോലെ ഫീൽ ആകുന്നുണ്ടെങ്കിൽ. ഓക്കെ, വീലെല്ലാം ജാമായിന്, പിന്നെ നല്ല പണിയുണ്ട്. അപ്പോൾ നല്ല പണിയുണ്ട് ഗൈസ്. അപ്പോൾ എന്താക്കണം, പിന്നെ മിറർ പൊട്ടിയിട. മാൻ, ടാങ്കെല്ലാം നോക്കിയോ. ഓൾമോസ്റ്റ് 4 months അടുത്തായി ഞാൻ ബൈക്ക് യൂസ് ആക്കാതെ. അപ്പോൾ ഞാൻ ലൈക്ക് ബാറ്ററി ഇട്ടത് കാര്യമില്ല, പെട്രോളും ഇല്ല. അപ്പോൾ സ്റ്റാർട്ടാക്കിയെങ്കിൽ സ്റ്റാർട്ടാവും എനിക്ക് തോന്നുന്നില്ല. സോ അപ്പോൾ അതാണ് സംഭവം ഫ്രണ്ട്സ്. അപ്പോൾ ബൈക്കിൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ, സംഭവം ഒന്നുമില്ല. അപ്പോൾ ഇതിനെ ഒന്ന് റീസ്റ്റോർ ആക്കി എടുക്കണം, വീണ്ടും ഫുള്ള് ചെയ്യാണ്ട് നല്ല പണിയുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10K അടുത്ത് വേണം. ലൈക്ക് 2 ടയർ ചേഞ്ച് ചെയ്യണം, പിന്നെ ഒന്ന് ഫുൾ സെറ്റ് ആക്കണം, പിന്നെ സ്റ്റിക്കറെല്ലാം ആക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ അതായിരിക്കും കാണിക്കുന്നത് നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാം വീഡിയോക്ക്. ഓക്കെ, അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ കാണാത്തുണ്ടോ ജസ്റ്റ് ഒന്ന് കാണാം, പുതിയതായിട്ട് നിങ്ങൾ വന്നതെങ്കിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിനെങ്ങനെ ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫൈ ആക്കാനുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ, എൻ്റെ ബൈക്കിനെ മോഡിഫൈ ആക്കാനുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ കാണാം. ബൈ.